കൂട്ടുകാർക്ക് നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴപ്പിണ്ടി കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന 3 കാര്യങ്ങളാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവറയാണ് വാഴപ്പിണ്ടി. നാട്ടിൻപുറങ്ങളിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്നൊരു കാര്യമാണ് വാഴപ്പിണ്ടി. ഇന്ന് സൂപ്പർ മാർക്കറ്റിലും ഇതിന് ഇടം പിടിച്ചിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അവരുടെ ദഹനം മെച്ചപ്പെടുത്താനും ശരീരഭാരം നിയന്ത്രിക്കാനും വൃക്കരോഗങ്ങളെ തടയാനും അസിഡിറ്റി കുറയ്ക്കുന്നു. അങ്ങനെ രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ എല്ലാം നിയന്ത്രിക്കാനും വിളർച്ച തടയാനും അതുപോലെ തന്നെ ശരീരം ശുദ്ധീകരിക്കാനൊക്കെ ഏറ്റവും ഉപകാരപ്രദമാകുന്ന കാര്യമാണ് വാഴപ്പിണ്ടി. അന്നേരം ഒരുപാട് ഗുണങ്ങളുടെ കലവറയാണെന്ന് പറഞ്ഞല്ലോ, കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. മിക്ക ആൾക്കാർക്കും വാഴപ്പിണ്ടി ഒരുപാട് ഗുണങ്ങളുള്ളതാണെന്നും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് അറിയാം. ഇതിപ്പം നമ്മൾ വാഴപ്പിണ്ടിയുടെ നാര് നീക്കുന്നതാണ് കാണിക്കുന്നത്. ഇതിപ്പം നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് നമ്മുടെ വിരലിൽ ഇങ്ങനെ ഇതുപോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് ആ ഒരു നാരൊക്കെ നീക്കം ചെയ്യാൻ പറ്റും. അന്നേരം ഇതിങ്ങനെ അല്ലാണ്ട് നമുക്ക് 2 രീതിയിൽ നമുക്ക് വാഴപ്പിണ്ടിയുടെ നാര് നീക്കം ചെയ്യാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. കുറച്ചൊന്നും മെനക്കെട്ട് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വാഴപ്പിണ്ടി വെച്ചിട്ട് ചെയ്യാൻ പറ്റും. പണ്ട് മുതൽ ശീലിച്ചുള്ള രീതിയിലും പുതുമയുള്ള രീതിയിലും. അന്നേരം ഒരുപാട് ഗുണങ്ങളുടെ കലവറയായ വാഴപ്പിണ്ടി ഇനി ആരെയും കളയരുത്. അത്രയേറെ ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. വാഴയുടെ ഒന്നും തന്നെ നമ്മൾ വേസ്റ്റ് ചെയ്യുന്നില്ല അല്ലേ. അതിന് വാഴപ്പിണ്ടി ഉപയോഗിക്കുന്നുണ്ട്, വാഴക്കൂമ്പ് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ വാഴയില, അതുപോലെ വാഴക്കായുടെ തോല് പോലും നമ്മൾ കളയാറില്ല അല്ലേ. ഏത്തക്കയുടെയൊക്കെ അത്രയേറെ ഗുണങ്ങളുള്ളൊരു കാര്യമാണ്. അന്നേരം നമ്മൾ എല്ലാത്തിൻ്റെയും ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് നാരെടുക്കുന്നുണ്ട്. അതല്ലാണ്ട് നമ്മൾ തോരൻ വെക്കാനോ അല്ലെങ്കിൽ ഇത്ര വലിയ കഷ്ണങ്ങളായിട്ട് അച്ചാറിടുന്ന രീതിയിൽ എടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലൊരു കമ്പ് ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് ആ ഒരു നാര് നീക്കം ചെയ്യാൻ പറ്റും. വാഴപ്പിണ്ടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ചെയ്താൽ മതി. എന്നിട്ട് 2 രീതിയിൽ വാഴപ്പിണ്ടിയുടെ നാര് നമുക്ക് വളരെ ഈസി ആയിട്ട് നീക്കം ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ 2 രീതിയിൽ വാഴപ്പിണ്ടി വട്ടത്തിലും അരിഞ്ഞിട്ടുണ്ട്, അതുപോലെ ഈ ഒരു രീതിയിലുമാണ് നമ്മൾ അരിഞ്ഞേക്കുന്നത്. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് തയ്യാറാക്കുന്ന നല്ലൊരു ജ്യൂസാണ് കേട്ടോ വാഴപ്പിണ്ടി. വെറുതെ നമ്മൾ ജ്യൂസ് അടിച്ച് കുടിച്ചാലും നല്ല ഗുണങ്ങളാണ്. മുമ്പേ പറഞ്ഞ ശരീരഭാരം കുറയ്ക്കാൻ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരമാണ്. ഒരു ഡ്രിങ്കായിട്ട് ഉപയോഗിക്കാം, അതും അല്ലെങ്കിൽ ഒരു മെഡിസിനായിട്ട് നമുക്ക് ഈ ഒരു വാഴപ്പിണ്ടി നീര് കുടിക്കാവുന്നതാണ്. നമ്മൾ ഒരു മിക്സിയുടെ ജാറിൽ 3/4 ചെറിയ കഷ്ണങ്ങളായിട്ടുള്ള വാഴപ്പിണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഉപ്പ്, അതിനോടൊപ്പം ചെറിയ ജീരകവും കുരുമുളക് പൊടിയാണ്, അല്ലെങ്കിൽ കുരുമുളകായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മൾ നല്ല പോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അരച്ച് കൊണ്ടുവന്നിട്ട് നമ്മൾ അരിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ എടുക്കുന്ന ചേരുവകളെല്ലാം ഒന്നിനൊന്നിന് മികവുറ്റതാണ്, ഒത്തിരിയേറെ ഗുണങ്ങളുള്ളതാണ്. ചെറിയ ജീരകമാണെങ്കിലും കുരുമുളക് പൊടിയാണെങ്കിലും അതുപോലെ വാഴപ്പിണ്ടി നല്ലൊരു ജ്യൂസാണ് കേട്ടോ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒരു നേരം നമുക്കിത് ഡ്രിങ്കായിട്ടോ അതും അല്ലെങ്കിൽ മരുന്നായിട്ടോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നല്ലൊരു ജ്യൂസാണ് കേട്ടോ വാഴപ്പിണ്ടി ജ്യൂസ് എന്ന് പറയുന്നത്. അതിനകത്ത് ചേർത്തിട്ടുള്ള ചേരുവകളെല്ലാം ഒന്നിനൊന്നിന് നമുക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൻ്റെ ഗുണങ്ങളിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. അത്രയേറെ ഗുണകരമായിട്ടുള്ളൊരു നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. അതിന് നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്, അത്രയേറെ ഗുണങ്ങളുള്ളതുമാണ്. അന്നേരം ഈ ഒരു ഡ്രിങ്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇനിയിപ്പോൾ നമ്മൾ രണ്ടാമത് വാഴപ്പിണ്ടി ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നതാണ്. ലേശം ഉപ്പ് ചേർത്തിട്ടാണ് നമ്മൾ അരിഞ്ഞിട്ട് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു നീര് പിഴിഞ്ഞ് മാറ്റിയാണ് കേട്ടോ. അന്നേരം അത് കറക്റ്റ് രീതിയിൽ കിട്ടാനും വേണ്ടിയാണ് നീര് പിഴിഞ്ഞ് മാറ്റുന്നത്. അല്ലാത്ത പക്ഷം നമുക്ക് ഉപ്പിടാണ്ട് തന്നെ ആ ഒരു നീര് വറ്റിച്ചിട്ട് ഇത് നമുക്ക് പാചകം ചെയ്യാൻ പറ്റും. 2 രീതിയിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ഉപ്പിട്ട് പിഴിഞ്ഞിട്ടത് അങ്ങനെ എടുക്കാം, അല്ലാതെ ഉപ്പിടാണ്ടത് ആ ഒരു നീര് വറ്റിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരട്ടെ. വെളിച്ചെണ്ണ ചേർത്തിട്ട് ചെയ്യണം കേട്ടോ. പ്രത്യേകിച്ച് മൺചട്ടിയിൽ വെളിച്ചെണ്ണയൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പം അതിൻ്റെ രുചി ഒന്ന് വേറിട്ട് തന്നെയാണ്. അത് കടുക് നല്ലതുപോലെ പൊട്ടി വന്നതിലേക്ക് നമ്മൾ ചുമന്നുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ചുമന്നുള്ളിയും കറിവേപ്പിലയും ചെറിയ തീയിൽ കിടന്ന് ആ ഒരു എണ്ണയിൽ കിടന്നൊന്ന് വാടി വരട്ടെ. അതിന് ഒട്ടേറെ ഗുണങ്ങളുള്ളൊരു കാര്യമാണ് ചുമന്നുള്ളി. നമുക്ക് ഒട്ടും സമയമില്ലെങ്കിൽ മാത്രം അതിന് പകരം സവാള ചേർത്താൽ മതി കേട്ടോ. ചുമന്നുള്ളി ഏത് കറിയിലും കുറച്ചേറെ ചേർക്കുവാണെങ്കിൽ അതിൻ്റെ ഗുണവും രുചിയും ഒന്ന് വേറിട്ട് തന്നെയാണ്. ഇതിലേക്ക് പിന്നെ കുറച്ച് വെളുത്തുള്ളി കൂടി ചേർക്കുന്നുണ്ട്, കറിവേപ്പിലയുണ്ട്. വെളുത്തുള്ളി ഞാൻ നല്ലതുപോലെ ചേർക്കും മിക്ക കറികളിലും. അത് തോലോട് കൂടി ചതച്ചാണ് ചേർക്കുന്നത്. പിന്നെ ഒപ്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്ക് ചെറിയ തീയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പച്ചമുളക് ഒരു 2 എണ്ണം നമ്മൾ ചേർത്തിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അന്നേരം ഇതൊന്ന് വഴണ്ട് വരട്ടെ.
വഴണ്ട് വന്നതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് ഉപ്പിട്ട് പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള വാഴപ്പിണ്ടിയും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ അതങ്ങനെ പിഴിഞ്ഞ് കളയുന്നത് എന്തിനാ, അതിന് അത്രയേറെ ഗുണങ്ങളില്ലേ എന്ന് ചിന്തിക്കുന്നവർ കാണും, അല്ലെങ്കിൽ വീഡിയോയുടെ അടിയിലൊന്ന് കമൻറ്റ് ഇടാതിരിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് പറ്റിച്ചെടുത്താൽ മതി, ഒരു നീരൊന്ന് വറ്റിച്ചെടുത്താലും മതി. അങ്ങനെ രണ്ട് രീതിയിൽ ഉപയോഗിക്കാൻ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ. അത് നമ്മൾ കുറച്ചെടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് അതിൽ ഉപ്പിട്ട് പിഴിഞ്ഞതും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ട ഇത് വെന്ത് വരാനും വേണ്ടി. അത്ര ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു നാടൻ രുചിക്കൂട്ടാണ് കേട്ടോ. ഒരു തോരനാണ് തയ്യാറാക്കുന്നത്. ഇത് പണ്ട് കാലം മുതലേ ഉള്ളതാണ്. അത്രയേറെ ഗുണങ്ങളുള്ളൊരു കാര്യവുമാണ് കേട്ടോ. അതിപ്പോൾ ഇന്ന് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പച്ചക്കറികളെ കാട്ടി വിഷാംശം ഒട്ടുമില്ലാതെ നമ്മുടെ പറമ്പിലുള്ള വാഴപ്പിണ്ടി വെച്ച് തയ്യാറാക്കുന്നതാണ്. ഇതിങ്ങനെ തന്നെ നമുക്ക് തോരനാട്ടോ, അല്ല ഇതിപ്പോൾ ഈ രീതിയിൽ തേങ്ങ ഒന്നും ചേർക്കാണ്ട് ഒരു മെഴുക്ക് പുരട്ടി രീതി നമുക്ക് എടുക്കാം. ഇതിന് കുറച്ചും കൂടെ ടേസ്റ്റ്, ഒരു തോരൻ രീതിയിലോട്ട് നമ്മൾ ചെയ്യുമ്പം ഇത് മാത്രമായിട്ട് തോരൻ വെക്കാറുണ്ട്. അല്ലെങ്കിൽ ഇതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ കൂടെ ചേർക്കുന്നുണ്ട്. തേങ്ങ കൂടെ ചേർത്തപ്പോൾ തോരനായി. ഇതിൻ്റെ കൂടെ കുറച്ചും കൂടെ ഒന്ന് ടേസ്റ്റ് കൂട്ടാനും വേണ്ടി നമുക്ക് മുതിര ചേർക്കാം, പരിപ്പ് ചേർക്കാം, ചെറുപയർ ചേർക്കാം, അല്ലെങ്കിൽ വൻപയർ വേവിച്ചത് കൂടെ ചേർക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അന്നേരം നല്ല ടേസ്റ്റുമാണ്. ഒരു നേരം നമുക്ക് ചോറ് കുറച്ചിട്ട് ചോറിനോടൊപ്പം നമുക്ക് അതേപോലെ ബാലൻസ് ആവുന്ന രീതിയിൽ വയറ് നിറച്ച് കഴിക്കാൻ പറ്റുന്നതാണ്, പ്രത്യേകിച്ച് ഡയറ്റ് ചെയ്യുന്നവർക്ക്. ഇതിലേക്ക് നമ്മൾ ചെറുപയറും കൂടെ ഉപ്പിട്ട് വേവിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അന്നേരം സൂപ്പർ ആയിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ. ടേസ്റ്റ് മാത്രമല്ല ഗുണങ്ങൾ അത്രയേറെയാണ്. പ്രത്യേകിച്ച് ഡയറ്റ് ചെയ്യുന്നവർക്ക്, ഷുഗർ ഉള്ളവർക്ക് പ്ലേറ്റിൽ പാതി പച്ചക്കറി എന്നുള്ളൊരു രീതി ഉണ്ടല്ലോ, അതിന് ഏറ്റവും ഉപകാരപ്രദമാകുന്നത്. ഒരു തവി ചോറിൻ്റെ കൂട്ടത്തിൽ ഇതൊരു 2 തവിയും കൂടി ഇടുമ്പോഴത്തേനും നമുക്ക് വയറ് നിറയും. പിന്നെ മീനാണെങ്കിലോ അല്ലെങ്കിൽ ഇറച്ചിയാണെങ്കിലോ അത് കറി വെച്ച് നമുക്ക് ഉപയോഗിക്കുമ്പോഴത്തേന്, അല്ലെങ്കിൽ ഒരു സാലഡും കൂടെ ആകുമ്പോഴത്തേന് നമുക്ക് ഒരു നേരത്തിനുള്ള ആഹാരമായിട്ടുണ്ട്. എന്നിട്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമ്മുടെ വാഴപ്പിണ്ടി വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ്. ഇനി നമ്മൾ മൂന്നാമതായിട്ട് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വാഴപ്പിണ്ടി ഇതുപോലെ റൗണ്ടിൽ അരിഞ്ഞെടുക്കുകയാണ്. ഇഷ്ടമുള്ള ഏത് ഷേപ്പിലും അരിഞ്ഞെടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപ്പിലിട്ടതാണ് കേട്ടോ. അതായത് നമുക്ക് വാഴപ്പിണ്ടി കിട്ടുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് ചെയ്ത് വെക്കാം. നമ്മളല്ലാതെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേന് ഇത് കറുത്ത് ചീത്തയായിപ്പോൾ. ഇങ്ങനെ ആകുമ്പോൾ അത് പന്നലാവില്ല. ഒരു തോരനായിട്ട് നമ്മളിതിന് മുമ്പ് കുറേ നാൾക്ക് മുന്നേ വാഴപ്പിണ്ടി വെച്ചിട്ട് നമ്മൾ ചുമപ്പ് മാങ്ങയൊക്കെ അച്ചാറിട്ടില്ലേ, അതേ രീതിയിൽ അച്ചാറിട്ടിട്ടുണ്ട്. ഇത് നമ്മൾ വെള്ളയ്ക്കാണ് ഉപ്പിലിടുന്നത്. വാഴപ്പിണ്ടി അതിനോടൊപ്പം തന്നെ കാന്താരി കുറച്ചേറെ എടുത്തിട്ടുണ്ട്. പിന്നെ കല്ലുപ്പിടണം കേട്ടോ, അതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുന്നത്. കല്ലുപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഈ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ ഉപ്പും വിനാഗിരിയും. വിനാഗിരി എന്ന് പറയുമ്പോൾ നമ്മളൊരു കുറച്ച് മാത്രം ഒഴിക്കുന്നേ ഉള്ളൂ. ഒരു 5 സ്പൂണ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബൗളിന് ഇപ്പം 1/4 ഭാഗം വിനാഗിരിയും ബാക്കിയുള്ളത് തിളപ്പിച്ചാറിച്ച വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പുളി നല്ല പോലെ വേണമെങ്കിൽ പാതി വിനാഗിരി പകുതി വെള്ളം എന്നുള്ള രീതിയിലെടുക്കാം. ഇത് പിറ്റേ ദിവസം രാവിലെ നമുക്കെടുക്കാം. ഞാൻ കുറച്ച് മാത്രം വിനാഗിരിയും കൂടുതലും വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേനും നമ്മുടെ ഉപ്പിലിട്ടത് റെഡി ആയിട്ടുണ്ട്. ആ ഒരു നീരിന് പോലും അത്രയേറെ രുചിയാണ് കേട്ടോ. നമ്മൾ ആ ഒരു വാഴപ്പിണ്ടി ക്കകത്ത് നല്ലപോലെ ഉപ്പും എരിയും ലേശം പുളിയും കൂടെ ആകുമ്പോഴത്തേന് നമ്മൾ ചോറ് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ കഞ്ഞി കുടിക്കുമ്പോഴോ ഒക്കെ ലേശം ഇതിൻ്റെ ഒരു നീരും ഒരു കാന്താരിയും ഒരു ചെറിയ കഷ്ണം വാഴപ്പിണ്ടിയും കൂടെ എടുക്കുകയാണെങ്കിൽ അസലായിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതായത് ഇവ 3ഉം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വാഴപ്പിണ്ടി ആ ഒരു നാര് മാറ്റുന്നത് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. നമുക്ക് സുലഭമായിട്ട് വിഷാംശം ഒന്നും ചേരാണ്ട് കിട്ടുന്ന നല്ലൊരു 3 റെസിപ്പികളാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒത്തിരിയേറെ ഗുണങ്ങളുള്ളതാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അവരെപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലിൻ്റെ ചിഹ്നം കാണും. അതിലോളെന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.